തന്റെ കൈകളെ അഭിമന്യുവിൽ നിന്നും വിടുവിച്ചു. അവൾ പതിയെ നടന്ന് അവർക്കരികിലെത്തി. അച്ഛാ, അവൾ വിളിച്ചു തീർന്നതും രവീന്ദ്രന്റെ കൈ കൃഷ്ണയുടെ മേൽ പതിച്ചതും ഒന്നിച്ചായിരുന്നു. മിണ്ടരുത് നീ. അയാൾ രൗദ്രഭാവത്തിൽ അവളെ നോക്കി. അച്ഛാ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. മിണ്ടരുതെന്നാ പറഞ്ഞത് നിന്നോട്. മറ്റുള്ളവർ പറഞ്ഞു അറിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചത്. ഇവിടെ എത്തുന്നത് വരെയും കേട്ടതൊന്നും സത്യമാകല്ലേ എന്ന് മനമുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ. എന്നാൽ ഇപ്പോൾ എല്ലാം നേരിട്ട് കണ്ട ബോധ്യമായി. രവീന്ദ്രന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. സതീശനും അവളെ ദേഷ്യത്തോടെ നോക്കി. കൃഷ്ണ കവിൾ പൊത്തിപ്പിടിച്ചു നിറമൊഴികളോടെ നിന്നു. അഭിമന്യു തിടുക്കത്തിൽ നടന്ന് അവരുടെ അടുത്തേക്കെത്തി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം, അവൻ സൗമ്യതയോടെ പറഞ്ഞു. വേണമെന്നില്ല. സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്തതിൽ ഇനിയൊരു വിശദീകരണത്തിന് ആവശ്യമില്ല. പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. കൃഷ്ണവേണി ഇക്കാര്യത്തിൽ തെറ്റുകാരിയല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞില്ലേ? അഭിമന്യുവിനെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ സതീശൻ ഇടക്ക് കയറി. കയറൂ. കാറിന്റെ ഡോർ തുറന്ന് അയാൾ കൃഷ്ണയെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ അകത്തു കയറി. അവരുടെ പിന്നാലെ കയറി. കാർ അതിവേഗത്തിൽ മുന്നോട്ടെടുത്തു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയുള്ള കൃഷ്ണയുടെ മുഖം അഭിമന്യുവിൽ നീറ്റൽ ഉളവാക്കി. അവരുടെ കാർ കണ്ണിൽ നിന്നും മായുന്നത് വരെയും അവൻ നിശ്ചനായി നിന്നുപോയി. തിരികെയുള്ള യാത്രാവേളയിൽ ആരുമൊന്നും മിണ്ടിയില്ല. നടന്ന കാര്യങ്ങളൊക്കെയും അവർക്ക് അതിയായ വിഷമവും ദേഷ്യവും ഉണ്ടെന്ന് അവരുടെ പ്രവൃത്തികൾ തെളിയിച്ചു. മിതമായ വേഗതയിൽ മാത്രം കാർ ഓടിക്കുന്ന രവീന്ദ്രൻ ആദ്യമായാണ് ഇത്രയും സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നത്. എതിരെ വരുന്ന വാഹനങ്ങളെ കൂസാതെയുള്ള അയാളുടെ ഡ്രൈവ് കൃഷ്ണയിൽ ഉൾഭയം ജനിപ്പിച്ചു. അയാളുടെ ശരീരത്തിന് മേലുള്ള മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് കൃഷ്ണക്ക് ബോധ്യമായതും അവൾ ഭീതിയോടെ അയാളെ നോക്കി. അച്ഛാ. ഉറക്കെയുള്ള അവളുടെ വിളി രവീന്ദ്രനും സതീശനും ഒരുപോലെ ചിന്തകളിൽ നിന്നും മുക്തരായി. കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അല്പം സീറ്റിലേക്ക് തല ചായ്ച്ചു വെച്ചിരുന്നു. പതിയെ ഡോർ തുറന്നു സതീശൻ പുറത്തിറങ്ങി. പിന്നാലെ രവീന്ദ്രനും. അവരെ അല്പനേരം നോക്കിയതിനു ശേഷം കൃഷ്ണയും ഒപ്പം ഇറങ്ങി. റോഡിന് അരികിലായി നിന്നു. വീണ്ടും മൗനം തളം കെട്ടി നിന്നു. ചുറ്റിനും ഇരുട്ടും നിശബ്ദതയും മാത്രം. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കൃഷ്ണയുടെ തേങ്ങലോൾ ഉയർന്നു വന്നു. എന്തിനാ നീ കരയുന്നത്? മൗനം വെടിഞ്ഞു രവീന്ദ്രൻ ചോദിച്ചു. അച്ഛാ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അവൾ വിതുമ്പി. പിന്നെ ഞങ്ങൾ കണ്ടതെന്താടി? ആ പയ്യൻ പറഞ്ഞതിൻ്റെയും അർത്ഥം എന്താ? നീ അമ്പലത്തിലേക്കൊന്നും പറഞ്ഞ് അവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? അത്രയും നാട്ടുകാർ അവിടെ കൂടിയത് എന്തുകൊണ്ടാ? പറയണം നീ ഇപ്പോൾ. അയാൾ കോപം കൊണ്ട് അലറി. കൃഷ്ണ വിറച്ചുപോയി. ആദ്യമായാണ് ഇങ്ങനെയൊരു ഭാവം അവൾ കാണുന്നത്. ഇരുവരുടെയും മുഖത്ത് നോക്കാൻ ശേഷിയില്ലാതെ അവൾ വന്നു നിന്ന് കിതച്ചു. ഞാൻ പറയാം. അവളുടെ ശബ്ദം ദുർബലമായി. എങ്ങനെ പറയണം, എവിടെ നിന്ന് തുടങ്ങണം എന്നവൾക്ക് അറിയില്ലായിരുന്നു. പറഞ്ഞാൽ ഉണ്ടാകുന്ന അവരുടെ പ്രതികരണം ഊഹിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. എങ്കിലും എവിടെ നിന്നോ ലഭിച്ച മനോധൈര്യത്തിൽ അവൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഹരിക്ക് കൃഷ്ണയോടുണ്ടായിരുന്ന ഇഷ്ടവും അവൾക്ക് തിരികെ ഉണ്ടായിരുന്നിട്ടും തുടർന്നു പറയാതെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഒഴിച്ചുമൂടിയ ഇഷ്ടവും അതിൻ്റെയെല്ലാം തെളിവുകളായ ബുക്കുകളും അവ നശിപ്പിക്കാൻ പോയപ്പോൾ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമെല്ലാം എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവൾ കരഞ്ഞു പോയിരുന്നു. താൻ കിറ്റുകാരിയല്ല അച്ഛാ. ഇരു കൈകളാലും മുഖം പൊത്തി അവൾ പൊട്ടിക്കരഞ്ഞു. ഒരു കൈ ചുമലിൽ പതിച്ചപ്പോഴാണ് അവളുടെ മുഖം ഉയർത്തി നോക്കിയത്. സതീശനാണ്. സഹതാപം നിറഞ്ഞ കണ്ണുകളോടെ അയാൾ അവളെ നോക്കി. പിന്നിലായി രവീന്ദ്രനും. തൻ്റെ വാക്കുകൾ അവരിൽ ഉണ്ടാക്കിയ ഞെട്ടലും അത്ഭുതവും അവരുടെ മുഖത്തു നിന്നും അവൾ വായിച്ചെടുത്തു. എൻ്റെ മോൾക്ക് വേണ്ടി നീ ഒഴിഞ്ഞു മാറിയതാണല്ലേ ഹരിയിൽ നിന്ന്? അയാൾ തളർന്ന ശബ്ദത്തോടെ ചോദിച്ചു. രവീന്ദ്രൻ്റെ ശബ്ദം കൃഷ്ണയെ കൂടുതൽ തളർത്തി. തോൻ ഒഴിഞ്ഞു മാറിയതാണോ മീനു ചേച്ചിക്ക് വേണ്ടി? അവളുടെ മനസ്സിൽ വീണ്ടും ചോദ്യങ്ങൾ കുമിഞ്ഞുകൂടി. അവൾ എന്തോ പറയാൻ ഭാവിച്ചു. എന്നാൽ രവീന്ദ്രനെ മോളെ, നീ വിട്ടുകൊടുത്തതാണോ ഹരിയെ? സതീശനും അവളുടെ മറുപടിക്കായി കാത്തു. ഒരിക്കലുമല്ല അച്ഛ, ഞാൻ വിട്ടുകൊടുത്തതല്ല. മീനു ചേച്ചിക്ക് വേണ്ടി ദൈവം തീരുമാനിച്ചതാണ് ഹരിയേട്ടനെ. അത് മനസ്സിലാക്കി ഞാൻ പ്രവർത്തിച്ചെന്നേയുള്ളൂ, കൃഷ്ണ പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം മറിച്ചാണെങ്കിലോ? സതീശൻ ചോദിച്ചു. കൃഷ്ണ കണ്ണും വീഴ്ച് അയാളെ നോക്കി. ദൈവം തീരുമാനിച്ചിരിക്കുന്നത് നീയും ഹരിയും ഒന്നാവാനാണെങ്കിലോ? അതിന് നിമിത്തം എന്നോണമായിരിക്കാം ഒരു പക്ഷേ ഞങ്ങളിപ്പോൾ കാര്യം അറിഞ്ഞത്. കൃഷ്ണ ഒന്നും മനസ്സിലാക്കാതെ രവീന്ദ്രനും സതീശനെയും മാറി മാറി നോക്കി.
അവളുടെ മുഖഭാവം മനസ്സിലായിട്ടെന്നോണം രവീന്ദ്രൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു. മോളെ, നീയൊരു വാക്കു പറഞ്ഞാൽ ഹരിയുടെയും നിന്റെയും വിവാഹം ഞങ്ങൾ നടത്തും. മീനാക്ഷിയോട് കാര്യങ്ങൾ ഞാൻ പറയാം. അവൾക്ക് മനസ്സിലാകും നിന്നെ. അവർ എങ്ങോട്ടേക്കാണ് പറഞ്ഞു വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഒരേപോലെ അത്ഭുതവും ബഹുമാനവും ആ മനുഷ്യനോട് കൃഷ്ണക്ക് തോന്നി. സ്വന്തം മകളുടെ ഭാവിക്കു വേണ്ടി സ്വാർത്ഥതയോടെ ചിന്തിക്കാതെ തനിക്കു വേണ്ടി കൂടി കരുതുന്നുണ്ടല്ലോ എന്ന ചിന്ത അവളുടെ കൺകോണിൽ നനവുണ്ടാക്കി. അവ നീർമുത്തുകൾ ആയി താഴേക്ക് പതിച്ചു. കണ്ണുകൾ തുളച്ചു മുഖം ഉയർത്തിയപ്പോഴാണ് സതീശനും രവീന്ദ്രനും കണ്ണീർ വാർക്കുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായത്. അച്ഛാ, എൻ്റെ മനസ്സിൽ ഹരിയേട്ടനോടുള്ള സ്ഥാനം വളരെ വലുതാണ്. ഇന്നും എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കും ഹരിയേട്ടൻ. അതൊരു ആത്മസൗഹൃദം മാത്രമായിരിക്കട്ടെ. പ്രായത്തിൻ്റെ ചാബല്യങ്ങൾ മൂലം അതുകൊണ്ട് ബന്ധപ്പെട്ടിരുത്തി. എന്നാൽ അതൊക്കെയും തെറ്റായിരുന്നുവെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. മീനു ചേച്ചി ഹൃദയം നൽകി സ്നേഹിച്ചതാണ് ഹരിയേട്ടനെ. ഒരു നിധി കിട്ടിയ സന്തോഷത്തോടെയാണ് ചേച്ചി ആയിരിക്കുവാണ്. അത് തട്ടിയെടുക്കാൻ ഞാനില്ല. ഞാനിതൊന്ന് അർഹതയുമല്ല. ഉറച്ച ശബ്ദത്തോടെ അവൾ പറഞ്ഞു. ഹരിയേട്ടനും എന്നോട് തോന്നിയിരുന്ന ഇഷ്ടം വെറും ആകർഷണം മാത്രമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഹരിയേട്ടൻ മീനു ചേച്ചിയെ പ്രണയിക്കുന്നുണ്ട്. മീനു ചേച്ചി തിരികെയും. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അവർക്കിടയിൽ തടസ്സമായി ഉണ്ടാകരുത്. ഞാൻ ആ ബുക്കുകളിൽ ഒളിപ്പിച്ച പ്രണയം ഹരിയേട്ടൻ ഒരിക്കലും അറിയാൻ പാടില്ല. അവളുടെ പക്വത നിറഞ്ഞ സംസാരം അവരിൽ അത്ഭുതം ജനിപ്പിച്ചു. പക്ഷെ മോളെ, നിനക്കിഷ്ടമാണെങ്കിൽ ഹരി അറിഞ്ഞാൽ അവൻ നിന്നെ കൈവിടുമെന്ന് തോന്നുന്നുണ്ട്? സതീശൻ ആശങ്കയോടെ ചോദിച്ചു. ഇല്ലച്ച, ഹരിയേട്ടൻ്റെ മനസ്സിലെ പ്രണയം മീനു ചേച്ചിയോടാണ്. അവർ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഹരിയേട്ടൻ്റെ ആത്മമിത്രം മാത്രമാണ്. പക്ഷെ ഞാനും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന തിരിച്ചറിവ് ഹരിയേട്ടനെ വേദനിപ്പിക്കും. മീനു ചേച്ചിയുമായുള്ള ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ആ ബുക്കുകൾ ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. ഹരിയേട്ടനുമായി ചേരേണ്ടത് മീനു ചേച്ചിയാണ്, ഞാനല്ല. എനിക്ക് വേണ്ടി സ്വന്തം മകളുടെ വിവാഹത്തിൽ നിന്നും പിന്മാറണം എന്ന് വരെ പറയാൻ അച്ഛൻ തയ്യാറായില്ലേ? അത് ആ വലിയ മനസ്സിൻ്റെ നന്മയാണ്. ആ സ്നേഹം മാത്രം മതി എനിക്ക്, അല്ലാതെയൊന്നും വേണ്ട. കൃഷ്ണ ഇരുവരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചു പറഞ്ഞു. നീയും എൻ്റെ മകൾ തന്നെയാണ്. ഒരു മകൾക്കു വേണ്ടി മറ്റൊരു മകളോട് നീതികേട് കാണിക്കാൻ വയ്യില്ലേ അച്ഛന്? നിനക്ക് കിട്ടേണ്ട ജീവിതം മീനാക്ഷിക്ക് കൊടുക്കുന്നത് എങ്ങനെയാ? ഒരിക്കലുമല്ല അച്ഛ. മീനു ചേച്ചിക്ക് കിട്ടേണ്ടുന്ന ജീവിതം എനിക്ക് വാങ്ങിത്തരാനാണ് അച്ഛൻ ഇപ്പോൾ നോക്കുന്നത്. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു. ഹരിയേട്ടൻ മീനു ചേച്ചിക്കുള്ളതാണെന്ന്. മറ്റുള്ളവരെല്ലാം അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇനി അതിൽ മാറ്റമൊന്നും വരരുത് മോളെ. പക്ഷെ നിനക്ക് പേരുദോഷമായില്ലേ? അത്രയും നാട്ടുകാരുടെ മുന്നിൽ കൃഷ്ണയുടെ ശരീരമൊന്ന് വിറച്ചു. അഭിമന്യു പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അഭിമന്യു വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണ് അവളുടെ തല പെരുകാൻ തുടങ്ങി. എനിക്കിപ്പോഴും അറിയില്ലച്ച അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നിന്നെ അത്രയും പേരുടെ മുന്നിൽ തെറ്റുകാരിയായി നിർത്താൻ ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, സതീശൻ പറഞ്ഞു. അതെ, നിന്നെ നാട്ടുകാർക്ക് മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിക്കാൻ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. മാത്രവുമല്ല മോളെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഒരുമിച്ച് കണ്ടാൽ അത് അവൻ്റെ ജീവിതത്തെയും ബാധിക്കും. അതുകൊണ്ടൊക്കെയാകും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക. രവീന്ദ്രൻ അവളെ സമാധാനിപ്പിച്ചു. ഞങ്ങൾ പെട്ടെന്നുണ്ടായ വികാരത്തിൻ്റെ പുറത്ത് കാര്യം അറിയാതെ ശോഭിച്ചു. മോളെ തല്ലുകയും ചെയ്തു. അയാൾ അവളുടെ കവളിൽ തലോടി. പാവം പയ്യൻ. അവൻ പറയുന്നതൊന്നും കേൾക്കാൻ കൂടി നമ്മൾ തയ്യാറായില്ല. നാളെ തന്നെ നമുക്ക് പോയെന്ന് കാണണം ഏട്ടാ, സതീശൻ പറഞ്ഞു. അതെ, അത് വേണം. നമ്മുടെ കുട്ടിയെ രക്ഷിക്കാൻ തക്ക സമയത്ത് ദൈവം കൊണ്ടെത്തിച്ചത് അയാളെ കണ്ട് നന്ദി പറയണം. രവീന്ദ്രൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ കയറാൻ പറഞ്ഞു. ഇരുവരുടെയും മുഖത്ത് കൃഷ്ണശ്രീജിത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അഭിമന്യുമായി അവളുടെ പേര് ചേർക്കപ്പെട്ടതിൻ്റെ ആശങ്കയും സ്ഫുരിച്ചു നിന്നു. കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അവർ യാത്ര തുടർന്നു. കൃഷ്ണയുടെ മനസ്സ് പരിശുദ്ധമായിരുന്നു. എന്തുകൊണ്ട്? അയാൾക്ക് നാട്ടുകാരുടെ സത്യം തുറന്നു പറയാമായിരുന്നല്ലോ. അയാൾ പോലീസല്ലേ? അയാൾ എന്ത് മുപ്പ ന്യായം പറഞ്ഞാലും അവർ വിശ്വസിക്കുമായിരുന്നു. എന്നിട്ടും എന്തിനാ അയാൾ തന്നെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് അവകാശപ്പെട്ടത്? കൃഷ്ണയുടെ മനസ്സിൽ ദേഷ്യം തോന്നി. അത്രയും പേർക്ക് മുന്നിൽ തന്നെ അഭിമാനിച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അഭിമന്യു തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാണെന്നാണ് ഇപ്പോൾ അവരെല്ലാം കരുതുക. ആ വാർത്ത ഇപ്പോൾ പലരും അറിഞ്ഞിട്ടുമുണ്ടാകും. എന്നാൽ യാഥാർത്ഥ്യമില്ലാത്ത ആ വാർത്ത തൻ്റെ ജീവിതത്തെ ബാധിക്കില്ല. ഇനി തൻ്റെ ഭാവി എന്തായിത്തീരും? അവളുടെ തല പുകഞ്ഞു.
കാർ ചെമ്പകശ്ശേരിക്ക് മുന്നിലെത്തി. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി പാർക്ക് ചെയ്തു. രവീന്ദ്രൻ തിരിഞ്ഞ് പിൻസീറ്റിൽ ഇരിക്കുന്ന കൃഷ്ണയെ നോക്കി. അവൾ അയാളെയും നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അയാളും പിന്നാലെ സതീശനും ഇറങ്ങി. ഒന്ന് മടിച്ചതിന് ശേഷം കൃഷ്ണയും പിന്നാലെ ഇറങ്ങി. അകത്തേക്ക് കയറാൻ അവൾക്ക് ഭയം തോന്നി. രവീന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു അകത്തേക്ക് കയറി. അകത്തേക്ക് കാലെടുത്ത് വെച്ചതും അവളുടെ മുഖം വിളറി. ചെമ്പകശ്ശേരിയിലെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഹരിയും കുടുംബവും ഉൾപ്പെടെ എല്ലാവരും അവളെ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലായി. കൃഷ്ണയെ കണ്ടതും അവരുടെ എല്ലാം മുഖം കുടർത്തു. ഒരു ശത്രുവിനെ പോലെ അവളെ നോക്കി. കൃഷ്ണവേണി, ഇങ്ങോട്ടേക്ക് മാറി നിൽക്കും. രവീന്ദ്രൻ പിറകിലായി മറഞ്ഞു നിന്ന് അവളോട് നാരായണിയം ആവശ്യപ്പെട്ടു. അവൾ മുന്നിലേക്ക് നീങ്ങി നിന്നു. അവളെയൊന്ന് അടിമുടി നോക്കിയതിനു ശേഷം നാരായണിയമ്മ കൃഷ്ണയുടെ കവിളിൽ ആഞ്ഞടിച്ചു. അപ്രതീക്ഷിതമായ കുട്ടിയുടെ അടിയുടെ വേദനയാൽ അവൾ പിന്നിലേക്ക് വീണുപോയി. അമ്മ, എന്താ ഈ കാണിക്കുന്നത്? രവീന്ദ്രൻ പെട്ടെന്ന് അവരെ തടഞ്ഞു. അങ്ങോട്ട് മാറി നിൽക്കടാ. നിങ്ങൾ രണ്ടും കൂടിയല്ലേ ഇവളെ തലയിൽ കയറ്റി വെച്ച് കൊണ്ട് നടന്നത്? എന്നിട്ടെന്തായി? മാനം കെടുത്തിയില്ലേ ഇവൾ നമ്മളെയൊക്കെ? അവർ കോപത്തോടെ ശബ്ദമുയർത്തി. കൃഷ്ണയെ വീണ്ടും 7 നിശ്ചയം വീഴ്ചു. ഇരു കൈകളിലും മാറി മാറി അടിച്ചു. ഒന്ന് നിർത്തും അമ്മയെ, കാര്യം അറിയാതെ ഇവളെ തല്ലല്ലോ. സതീശൻ ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റി. ഇനി എന്താ അറിയാനുള്ളത്? സകലരും അറിഞ്ഞില്ലേ ഇവൾ എന്തോരുത്തനുമായി വീട്ടിൽ നിന്ന് നാട്ടുകാർ പിടിച്ചെന്ന്? സുഭദ്ര ഇടപെട്ടു. ഇത്രയും നാണക്കേട് ഇനി നമുക്ക് വരാനുണ്ടോ? കേട്ടതും തൊലി ഉരിഞ്ഞു പോയി. പാർവതിയും പറഞ്ഞു. ആരറിഞ്ഞെന്നാ നിങ്ങളെല്ലാവരും പറയുന്നത്? ഒന്നുമില്ല, ആ വീടിനടുത്തുള്ള കുറച്ച് ആൾക്കാർ. അല്ലാത്ത ആരും അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളായി ആരോടും പറഞ്ഞു നടക്കാതിരുന്നാൽ മതി. രവീന്ദ്രൻ ശബ്ദമുയർത്തി. അത് ശരി, അധികം ആരും അറിഞ്ഞില്ലെന്ന് കരുതി ഇവൾ ചെയ്തതിനെ നീ ന്യായീകരിക്കുന്നു? അമ്മേ, അതിനവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാടാ അമ്പലത്തിലേക്ക് പോയ ഇവളെ ഏതോ ഒരുത്തനൊപ്പം നാട്ടുകാർ വീട്ടിൽ നിന്നും പിടിച്ചത്? അവൾ കൃഷ്ണക്ക് നേരെ കൈ ചൂണ്ടി അലറി. അവൾ അമ്പലത്തിലേക്ക് തന്നെയാ പോയത്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് കയറുമെന്ന് എന്നോട് പറഞ്ഞിട്ട് തന്നെയാ അവൾ പോയത്. അല്ലാതെ നിങ്ങളെല്ലാം കരുതും പോലെ എല്ലാവരും ഒളിപ്പിച്ചു പോയതല്ല. രവീന്ദ്രൻ പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാ ഇവളോടൊപ്പം ഏതോ ഒരുത്തൻ അവിടെ വന്നത്? പാർവതി ചോദിച്ചു. അത് ഏതോ ഒരുത്തനല്ല, നമ്മുടെ സബ് ഇൻസ്പെക്ടർ അഭിമന്യു. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. അഭിമന്യുവോ? നാരായണിയമ്മ വിശ്വാസം വരാതെ ചോദിച്ചു. അതെ അമ്മേ, ആ പയ്യൻ അവിടെ വന്നത് കൊണ്ടാണ് കൃഷ്ണക്ക് ആപത്തൊന്നും സംഭവിക്കാതെ ഇന്ന് തിരികെ കിട്ടിയത്. അല്ലെങ്കിൽ നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാനുള്ള ഒരു ബലാത്സംഗ ഇരയായി ഇവൾ മാറിയേനെ.